ഒമാനിൽ കനത്ത മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഒമാനിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ പ്രളയത്തിലെ കെടുതികൾ നമ്മുടെ മുൻപിലുണ്ട്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ മുഹമ്മദ് റഹീസ്? ഉന്മേഷ്, നിലവിൽ ഇന്നത്തെ ദിവസം കൂടി ശക്തമായിട്ടുള്ള മഴ പെയ്യും എന്നാണ് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന മുന്നറിയിപ്പ്. അത് ശക്തമായിട്ടുള്ള മഴ തന്നെയായിരിക്കും. ഇന്ന് രാത്രി വരെ മഴ തുടരും. ഈ എല്ലാ ഗവർണറേറ്റുകളിലും മഴ തുടരും എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ മഴക്കെടുതി ഇതൊക്കെയും അവിടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെയും നടത്തി വരികയാണ്. ആകെ മരണം 9 എന്നുള്ളതാണ് സ്ഥിരീകരണം. അതിൽ 2 മലയാളികൾ എന്നുള്ളതാണ് നിലവിൽ കണക്കിലുള്ളത്. നമുക്കറിയാം, ഇന്നലെ 2 മരണം സ്ഥിരീകരിച്ചിരുന്നു. ഒരു മലയാളിയുടെ മൃതദേഹം തൃത്താല സ്വദേശിയെ കാണാനില്ല എന്നുള്ള വിവരം വന്നിട്ടുണ്ട്. അത് ഈ മരിച്ചവരുടെ പട്ടികയിൽ അത് കൂട്ടിയിട്ടില്ല. അല്ലാതെ തന്നെ 9 പേർ നിലവിൽ മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഒമാനിൽ നിന്നും പുറത്തു വരുന്നത്. അതിനപ്പുറത്തേക്ക് അതിശക്തമായിട്ടുള്ള മഴയും ഒപ്പം തന്നെ ഈ കാറ്റും ഒക്കെ ഉണ്ടായിരിക്കും. ശക്തമായ കാറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കടലിൽ ഇറങ്ങരുത് എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെയും ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. അതിൽ പ്രധാനമായിട്ടും ഈ മഴ നിന്ന മേഖലകളിലും ഒക്കെ ഈ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. സത്യത്തിൽ ഒരു മിന്നൽ പ്രളയത്തിന് സമാനമായ സാഹചര്യം ഇന്നും ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന മുന്നറിയിപ്പ്. ഇപ്പോൾ അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങളാണ് നിലവിൽ ഒമാനിന്റെ വിവിധ അതോറിറ്റികൾ എടുത്തിട്ടുള്ളത്. ക്രിസ്റ്റീന, ഒമാനിൽ നിന്ന് നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങളാണ് മുഹമ്മദ് റഹീസ് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.